+1 കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി സംപ്രേഷണം ചെയ്യുന്നത് തലേ ദിവസം തന്നെ പുതിയതായിട്ട് പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഒന്നും കൂടി റിവിഷൻ എന്ന രീതിയിൽ ക്ലാസ്സുകൾ കാണുന്ന വിദ്യാർത്ഥികൾക്കുമാണ് പ്രത്യേകമായിട്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് C++മായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. അതായത് ചാപ്റ്റർ നമ്പർ 4 മുതൽ ചാപ്റ്റർ നമ്പർ 10 വരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ C++മായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം ഒരു 70% മാർക്കും C++ൽ നിന്ന് തന്നെ ആയിരിക്കും വരിക. കാരണം അത്രയധികം പാഠങ്ങൾ +1 കമ്പ്യൂട്ടർ സയൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഫിസിക്കൽ ക്ലാസ്സുകൾ കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ മിസ് ചെയ്ത കൂട്ടുകാരുണ്ടാവും. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് തീരും വരെ കാണുക. എന്തായാലും ഈ കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് നീക്കി വെക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് ഇതിൽ നിന്നും സ്കോർ ചെയ്യാവുന്നതാണ്. ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിലാണ് ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ക്രിസ്പായിട്ട് വളരെ ചെറിയ പോയിന്റ്സ് ആയിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതായത് ഷോർട്ട് നോട്ട്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് വാരി വലിച്ച് എഴുതാനുള്ള ആൻസേഴ്സ് ഒന്നും അല്ല, വളരെ പോയിന്റ്സ് മാത്രം എഴുതാനുള്ള ആൻസേഴ്സ് ഇതിനകത്ത് ഉണ്ടാകും. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ +2നും കമ്പ്യൂട്ടർ സയൻസ് തിയറി പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തിയറി പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സ്റ്റേജസ് ഇൻ പ്രോഗ്രാമിംഗ് എന്നും ഒരുപക്ഷെ ഇത് വിളിക്കാം. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ ഷോർട്ട് ആയിട്ടായിരിക്കും ഞാൻ ഇവിടെ നോട്ട്സ് എഴുതുക. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ ഏതൊക്കെയാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്? എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ലിസ്റ്റ് ദ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 3 ഫേസസ് ഏതൊക്കെയാന്നുള്ളത് ഡിഫൈൻ ചെയ്യാനും ചോദിക്കാം. അപ്പൊ അത് ഓർത്തു വെക്കാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് FACTDEAD ആണ്. ഓക്കെ, ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണുക. അതിന്റെ ലിങ്ക് കാർഡിൽ കൊടുത്തേക്കാം. അതിൽ എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, FACTDEAD എന്ന് പറയുന്ന ഈ ഒരു മെമ്മറി ടിപ്സ് എല്ലാ വിദ്യാർത്ഥികളും ഓർത്തു വെക്കുക. എക്സാമിന് നിങ്ങളുടെ മെമ്മറിയിൽ ഇത് വരണം. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ FACTDEAD ആണ്. എന്താണ് FACTDEAD? FACTDEADൽ P എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. അതാണ് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ പല ഫേസസിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഐഡന്റിഫൈ ദ പ്രോബ്ലം, ദെൻ ഓൺലി വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം. പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്താലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സോൾവ് ചെയ്യാൻ പറ്റൂ. ഇനി എ എന്ന് പറയുന്നത് FACTDEADൽ എ എന്ന് പറയുന്നത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ആണ്. ഇവിടെ ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാവരും കൃത്യമായി കേൾക്കുക. അൽഗോരിതം എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് ദ പ്രോബ്ലം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് ദ പ്രോബ്ലം. ഫ്ലോ ചാർട്ട് എന്ന് വെച്ചാൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അൽഗോരിതം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവിടെ എഴുതി വെക്കാവുന്നതാണ്. ഇനി കോഡിംഗ്. എന്താണ് കോഡിംഗ് എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് പ്രോഗ്രാം കോഡ്. പ്രോഗ്രാം കോഡ് എഴുതുന്ന പ്രോസസ്സിനെയാണ് കോഡിംഗ് എന്ന് പറയാ. ഇനി ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ? ഓക്കെ, ഏതെങ്കിലും 3 എണ്ണം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻടു ലോ ലെവൽ ലാംഗ്വേജ്. അതായത് നമ്മൾ C++ൽ കോഡ് കൊടുക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ മെഷീൻ ലാംഗ്വേജ് ആണ്.
അതുകൊണ്ട് നമ്മൾ കൊടുത്ത ഹൈ ലെവൽ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്, അതാണ് ട്രാൻസ്ലേഷനിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഡി ഫോർ ഡീബഗ്ഗിങ്. എന്താണ് ഡീബഗ്ഗിങ്? കമ്പ്യൂട്ടർ എറേഴ്സിനെയാണ് ബഗ്സ് എന്ന് പറയാം. ആ എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീബഗ്ഗിങ്. ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ്. അതിൽ രണ്ട് എറേഴ്സ് പഠിക്കാനുണ്ട്. സിൻടാക്സ് എറർ. എപ്പോഴാണ് സിൻടാക്സ് എറർ വരുന്നത്? when the rules are mistake. okay, when the rules are not following, അതായത് റൂൾസ് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ വരുന്നതാണ് സിൻടാക്സ് എറർ. അതേപോലെ പ്രോഗ്രാമിങ്ങിന്റെ പ്ലാനിങ് മിസ്റ്റേക്ക് വരുമ്പോഴാണ് ലോജിക്കൽ എറർ വരുന്നത്. ഇങ്ങനെ രണ്ട് എറേഴ്സ് ഉണ്ട്, സിൻടാക്സ്, ലോജിക്കൽ. ഡീബഗ്ഗിംഗ് എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ കഴിഞ്ഞാൽ എറർ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മളത് ടെസ്റ്റ് ചെയ്ത് അതിനെ എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലേക്ക് മാറ്റും. ദെൻ ലാസ്റ്റ് ഫേസ്, ദാറ്റ് ഈസ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ പ്രധാനമായിട്ടും രണ്ടെണ്ണം ഉണ്ട്: ഇന്റേണൽ ഡോക്യുമെന്റേഷൻ, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. ഇത്രയുമാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന് കൃത്യമായിട്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നോ രണ്ടോ ലൈനിൽ എഴുതാവുന്നതേ ഇതിനകത്തുള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ നിന്നും വരുന്നത് സിമ്പിൾ അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്. ഇനി ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ടെർമിനൽ ആണ്. എലിപ്സ് എന്ന് പറയുന്ന ഈ സിമ്പിൾ നമ്മൾക്ക് ഇതിനെ ടെർമിനൽ എന്ന് വിളിക്കാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ടെർമിനൽ. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് പാരലലോഗ്രാം, അതായത് റെക്ടാങ്കിൾ അല്ല, കുറച്ചും കൂടി ചെരിച്ചിട്ടുള്ളതാണ് പാരലലോഗ്രാം. ഇത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്തത് റെക്ടാങ്കിൾ. ഇത് പ്രോസസ്സിനെ കാണിക്കുന്നതാണ്. പ്രോസസ്സിനെ കാണിക്കുന്നതാണ് റെക്ടാങ്കിൾ. ഇനി അതുപോലെ തന്നെ റോംബസ് എന്ന് പറയുന്ന സിമ്പൽ, ഇതാണ് റോംബസ്. ഇത് ഡിസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിസിഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പലാണ് റോംബസ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലോ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സിമ്പലിൽ നിന്നും അടുത്ത ലൈനിലേക്ക് കണക്ട് ചെയ്യാനാണ്. അതുപോലെ ഒരു സർക്കിൾ കണക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട സിമ്പിൾസ് ഓർത്ത് വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റിന് അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഏതാണെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതായത് സം ഓഫ് ത്രീ നമ്പേഴ്സ്. സം ഓഫ് ത്രീ നമ്പേഴ്സ്. ഓക്കെ, ഇതിന്റെ അൽഗോരിതവും അതുപോലെ ഫ്ലോ ചാർട്ടും എങ്ങനെയാണ് എഴുതുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത് എന്ന് നോക്കാം. ആദ്യം അൽഗോരിതം നമുക്ക് നോക്കാം. അൽഗോരിതം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണെന്ന് അറിയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഇതുപോലെ എഴുതി വെക്കുക. ഇനി ആ സ്റ്റെപ്സിൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും അൽഗോരിതം തുടങ്ങുന്നത് സ്റ്റാർട്ട് വെച്ചിട്ടായിരിക്കും, അവസാനിക്കുന്നത് സ്റ്റോപ്പ് വെച്ചിട്ടായിരിക്കും. ഇവിടെ 3 നമ്പേഴ്സിന്റെ സം ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളത് ഇൻപുട്ട് ചെയ്യണം. ഏതെങ്കിലും 3 നമ്പേഴ്സ് ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേരിയബിൾസ് കൊടുത്താൽ മതി. ഇപ്പൊ ഞാനിവിടെ XYZ എന്ന് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പൊ 3 നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സം കണ്ടുപിടിക്കാനാണ് അടുത്തത്. ഇപ്പൊ സം ഈക്വൽ ടു, സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തു. സം ഈക്വൽ ടു X പ്ലസ് Y പ്ലസ് Z ഇങ്ങനെ കൊടുത്തു. അടുത്തത് പ്രിന്റ് ചെയ്യാനാണ്. അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്തു, സം കണ്ടു, ഇനി ആ സം പ്രിന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് സം. ഇനി സ്റ്റെപ്പ് 5 സ്റ്റോപ്പ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അൽഗോരിതം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏകദേശം ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഇതിന്റെ നേരെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ആദ്യം തന്നെ സ്റ്റാർട്ട് ആണ്. സ്റ്റാർട്ടിനെ സൂചിപ്പിക്കുന്നതാണ് എലിപ്സ്. അതിനകത്ത് നമ്മൾ എന്ത് എഴുതി? സ്റ്റാർട്ട് എന്ന് എഴുതി. ഇനി ഫ്ലോ ലൈൻസ് കൊടുത്തു. അടുത്തത് ഇൻപുട്ട് ആണ്. ഇൻപുട്ടിനെ സൂചിപ്പിക്കുന്നതാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇൻപുട്ട് എന്ന് എഴുതി. ഏതൊക്കെയാണ് ഇൻപുട്ട് ചെയ്ത വേരിയബിൾസ്? X, Y, Z. ഇനി അത് കഴിഞ്ഞാൽ പ്രോസസ് ആണ്. എന്താണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്? സം കണ്ടുപിടിക്കുക എന്നുള്ള പ്രോസസ്സാണ്. സം ഈക്വൽ ടു X പ്ലസ് Y പ്ലസ് Z. വേറൊരു ക്ലൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഇക്വേഷൻസ് ഒക്കെ കാണുകയാണെങ്കിൽ ഈക്വൽ ടു പ്ലസ് ഇക്വേഷൻസ് ഒക്കെ എപ്പോഴും റെക്ടാങ്കിളിലായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക.
ഇനി നമ്മൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ സെയിം ആണ്. സെയിം ഡയഗ്രാം തന്നെയാണ്. പ്രിന്റ് സം എന്നുള്ളതാണ് ഔട്ട്പുട്ട്. അതുപോലെ തന്നെ കൊടുത്തു. ഇനി അവസാനത്തത് സിമ്പിൾ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഫ്ലോ ചാർട്ടിൽ വരുന്നത്. ഇപ്പൊ നിങ്ങൾ അൽഗോരിതം പഠിച്ചു, ഫ്ലോ ചാർട്ടും പഠിച്ചു. ഈ ഒരു രീതിയിലായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 5th ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു C++ ആണ്. അതും ഇതുപോലെ തന്നെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു C++ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു C++. അപ്പൊ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു C++നകത്ത് ആദ്യം തന്നെ വരുന്നത് ടോക്കൺസ് ആണ്. ടോക്കൺസ്. ഓക്കെ, ടോക്കൺസ് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ വേർഡ്സ് പറയാറില്ലേ സാധാരണ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേർഡ്സ് എന്താണോ അതുപോലെ തന്നെയാണ് C++ൽ ടോക്കൺസ് എന്ന് പറയുന്നത്. ടോക്കൺസ് ഓർത്ത് വെക്കാനുള്ള മെമ്മറി ടിപ്സ് ആണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. കിൽപ്പോ എന്ന് നമ്മൾക്കിത് ഓർത്ത് വെക്കാം. കിൽപ്പോ ടോക്കൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കിൽപ്പോയാണ്. അതിൽ കെ എന്താണ്? കെ ഫോർ കീവേഡ്സ്. ഓക്കെ, ഓരോന്നും ഞാൻ പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. കീവേഡ്സ് ആർ ദ റിസർവ്ഡ് വേർഡ്സ് ഇൻ C++. C++ൽ റിസർവ് ചെയ്തിരിക്കുന്ന വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയാ. വി കനോട്ട് എഡിറ്റ് ദ കീവേഡ്സ്. നമുക്ക് ഒരിക്കലും കീവേഡ്സിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി റിസർവ് ചെയ്ത വെച്ച വേർഡ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ സാധാരണ ഒരു ട്രെയിൻ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്യാറുണ്ട്. നിങ്ങൾ റിസർവ് ചെയ്ത ആ ഒരു ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് മാത്രമേ ഇരിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അതുപോലെ തന്നെയാണ് C++ൽ കീവേഡ്സും. കീവേഡ്സ് ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല? എഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. ഐഡന്റിഫയേഴ്സ്, യൂസർ ഡിഫൈൻ എല്ലാം വളരെ ചെറിയ ഡെഫിനിഷൻ ആണ്. ഒരു ലൈനിൽ മാത്രമേ കൊള്ളുന്ന ഡെഫിനിഷനേ ഉള്ളൂ. ഐഡന്റിഫയേഴ്സ് ആർ ദ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. ദെൻ L ഫോർ ലിറ്ററൽസ്. ലിറ്ററൽസ് ആർ ദ കോൺസ്റ്റന്റ് വാല്യൂസ്. കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂസിനെയാണ് ലിറ്ററൽസ് എന്ന് പറയുക. ദെൻ പങ്ക്ച്വേറ്റേഴ്സ്. P ഫോർ പങ്ക്ച്വേറ്റേഴ്സ് ആണ്. P ഫോർ പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് O ഫോർ ഓപ്പറേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ്, O ഓപ്പറേറ്റേഴ്സ്. ഇത്രയുമാണ് ടോക്കൺസ്. ഇത് 2 മാർക്കിനോ 3 മാർക്കിനോ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ലിറ്ററൽസ് എന്ന് പറയുന്നതിനെ നമ്മൾക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലിറ്ററൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4. ഏതൊക്കെയാണ്? 4 തരത്തിലുള്ള ലിറ്ററൽസ് ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ആദ്യത്തെ ലിറ്ററൽ എന്ന് പറയുന്നത് ഇൻഡിജർ ലിറ്ററൽ ആണ്. ഇൻഡിജർ ലിറ്ററൽ. സെക്കൻഡ് വൺ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ. ദെൻ ക്യാരക്ടർ ലിറ്ററൽ. ആൻഡ് ലാസ്റ്റ് വൺ സ്ട്രിംഗ് ലിറ്ററൽ. ഇങ്ങനെ 4 തരത്തിലുള്ള ലിറ്ററൽസ് ഉണ്ടെന്ന് കൂടി ഓർത്തു വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയേഴ്സ്. റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സിന് പേര് കൊടുക്കുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് ശ്രദ്ധിക്കേണ്ടത്? റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയേഴ്സ്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്പർ 1, നോ വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. നോ വൈറ്റ് സ്പേസ്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓർത്തു വെക്കാം. ദെൻ നോ കീവേഡ്സ്. കീവേഡ്സ് ഉണ്ടാവാൻ പാടില്ല. നോ കീവേഡ്സ്. ദെൻ നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എക്സെപ്റ്റ് അണ്ടർസ്കോർ. അണ്ടർസ്കോർ ഒഴികെയുള്ള ഒരു ക്യാരക്ടർ ഉപയോഗിക്കാൻ പാടില്ല. അണ്ടർസ്കോർ ഉപയോഗിക്കാം. ദെൻ ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം? ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ. ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഈ 4 റൂൾസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. അപ്പൊ ഞാനിവിടെ ബോക്സിനകത്ത് കുറച്ച് ഐഡന്റിഫയേഴ്സ് നൽകിയിട്ടുണ്ട്. അതിലേതൊക്കെയാണ് വാലിഡ്, ഏതൊക്കെയാണ് ഇൻവാലിഡ് എന്ന് നമുക്ക് നോക്കാം. സം ഓഫ് ഡിജിറ്റ്. ഓക്കെ, ദെൻ അണ്ടർസ്കോർ AVG, 1A2. ഇപ്പൊ ഇവിടെ 4
ഐഡന്റിഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് വാലിഡ് ഏതൊക്കെയാണ് ഇൻവാലിഡ് എന്ന് നിങ്ങൾക്ക് ഈ റൂൾസ് നോക്കിയിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇന്റിജർ എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. ഓക്കെ, ഇൻവാലിഡിന്റെ മുമ്പിൽ ഞാൻ ഇവിടെ ക്രോസ് സിമ്പിൾ ആണ് കൊടുക്കുന്നത്. കാരണം എന്താണ് ഇൻവാലിഡ് ആവാനുള്ള കാരണം എന്താണ്? കീവേഡ് ആണ്. കീവേഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് സം ഓഫ് ഡിജിറ്റും ഇൻവാലിഡ് ആണ്. കാരണം എന്താണ്? വൈറ്റ് സ്പേസ് വന്നു, അതായത് ബ്ലാങ്ക് സ്പേസ് വന്നു. ഇനി മൂന്നാമത്തത് വാലിഡ് ആണ്, അണ്ടർസ്കോർ AVG ആണ്. നാലാമത്തത് ഇൻവാലിഡ് ആണ്. 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം? ഒന്നെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. പക്ഷെ ഇവിടെ നമ്പർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രേ പഠിക്കാനായിട്ടുള്ളൂ. ഇനി പങ്ക്ച്വേറ്റേഴ്സ് എന്താണെന്നുള്ളത്, സ്പെഷ്യൽ സിമ്പിൾസിനെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. പങ്ക്ച്വേഷൻ സിമ്പിൾ എന്ന് പറയുന്നത് ഹാഷ്, അതുപോലെ തന്നെ ബ്രാക്കറ്റ്, സെമികോളൻ, ഇതൊക്കെയാണ് പങ്ക്ച്വേഷൻ സിമ്പിൾ. ഓപ്പറേറ്റേഴ്സ് ഈസ് ദ സ്പെഷ്യൽ സിമ്പിൾ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡു സ്പെഷ്യൽ ഓപ്പറേഷൻ. പ്രത്യേക ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ചാപ്റ്ററിൽ ഓപ്പറേറ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ ചാപ്റ്ററും ഇത്രേ പഠിക്കാനുള്ളൂ. ഓരോന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ആറാമത്തെ ചാപ്റ്ററിലേക്കാണ് കടക്കാൻ പോകുന്നത്. 6th ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം. 6th ചാപ്റ്റർ എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ് അടുത്ത ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് വരുന്നത് ആദ്യം തന്നെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ്. ഇതാണ് എക്സാമിന് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ എനി 3 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് എന്താണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇന്റിജർ ആണ് ആദ്യത്തെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്. ഇന്റ്, അതുപോലെ തന്നെ ക്യാർ, വോയിഡ്, ദെൻ ഫ്ലോട്ട്, ഡബിൾ. ഇങ്ങനെ 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആദ്യം തന്നെ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ഇനി എന്താണ് ഇന്റ് എന്നുള്ളത് നോക്കാം. ഇന്റിജർ വാല്യൂ, അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇന്റ്. എന്താണ് ഇന്റിജർ എന്ന് വെച്ചാൽ നമ്പർ വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ടാണ്. ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് ഇന്റ് എന്ന് പറയാ. ക്യാരക്ടർ എന്ന് വെച്ചാൽ സിംഗിൾ ക്യാരക്ടർ ആണ്. സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ കോഡ്സ്. ഇനി വോയിഡ് എന്ന് വെച്ചാൽ നൾ ക്യാരക്ടർ ആണ്, ഒന്നും തന്നെ ഇല്ല, എംപ്റ്റി വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. ഫ്ലോട്ട് എന്ന് വെച്ചാൽ നമ്പർ വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്, അതായത് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഫ്ലോട്ട്. ഇനി ഡബിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ നമ്പേഴ്സിനെ, ലോങ് പ്രിസിഷൻ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഡബിൾ. ഇനി ഓരോന്നിന്റെ ഈ സൈസ് നോക്കുക. ഇന്റിജറിന്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. ക്യാരക്ടർ സിംഗിൾ ക്യാരക്ടർ ആയതുകൊണ്ട് 1 ബൈറ്റ് ആണ് ഉപയോഗിക്കുക. വോയിഡ് നൾ ക്യാരക്ടർ ആണ്, 0 ബൈറ്റ് ആണ്. ഫ്ലോട്ടും ഇൻറ്റും സെയിം ആണ്, 4 ബൈറ്റ് തന്നെയാണ്. ഡബിളിൻ്റെത് 8 ബൈറ്റ് ആണ്. ഇങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിന്റെയും സൈസും കൂടി ഓർത്ത് വെക്കുക. എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൈസ് നിങ്ങൾക്ക് ഇതേപോലെ എഴുതണം എക്സാമിന്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടി എഴുതുക. ഇന്റിജർ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു നമ്പർ, പോയിന്റ് ഇല്ലാത്ത നമ്പർ. അതുപോലെ തന്നെ ക്യാരക്ടർ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ സിംഗിൾ കോഡ്സിൽ. ഇപ്പൊ എക്സാമ്പിൾ എ, ഇതിവിടെ ഞാൻ എക്സാമ്പിൾ ആണ് എഴുതാൻ പോകുന്നത്. എക്സാമ്പിൾ ഇവിടെ ഞാൻ എഴുതിയത് സൈസ് ആണ്. ഓക്കെ, സൈസ് എക്സാമ്പിൾ. എക്സാമ്പിൾ ഇവിടെ നമുക്ക് 1 2 3 എന്ന് കൊടുക്കാം. ഇവിടെ സിംഗിൾ കോഡ്സിൽ എ എന്ന് കൊടുക്കാം. ഇവിടെ ഒന്നും കൊടുക്കണ്ട, നൾ വാല്യൂ ആണ്. ഫ്ലോട്ടിൽ 1.23 എന്ന് കൊടുക്കാം. ഡബിളിൽ കുറച്ച് വലിയ സംഖ്യ കൊടുക്കാം, 123.456. ഇങ്ങനെ എക്സാമ്പിളും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് വേരിയബിൾസ് ആണ്. വേരിയബിൾസ് നമുക്ക് നോക്കാം. വേരിയബിൾസ് ആർ ദ മെമ്മറി ലൊക്കേഷൻസ് ദാറ്റ് ക്യാൻ ഹോൾഡ് ഡാറ്റ. ഡാറ്റ സൂക്ഷിച്ചു വെക്കാനുള്ള മെമ്മറി ലൊക്കേഷനെയാണ് എന്തെന്ന് പറയാ, വേരിയബിൾസ് എന്ന് പറയാം. വേരിയബിൾസ് ആർ ദ മെമ്മറി ലൊക്കേഷൻ ദാറ്റ് ക്യാൻ ഹോൾഡ് ഡാറ്റ. ഇതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റ് എ, ഇതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് എ എന്ന് പറയുന്ന ഇതിനെയാണ് എന്ത് പറയാ, വേരിയബിൾ എന്ന് പറയുക. ഓക്കെ, അപ്പൊ വേരിയബിൾ എന്താണെന്ന് മനസ്സിലായി. ഇനി വേരിയബിളിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാമിന് പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്പർ 1 ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് നെയിം ആണ്. വേരിയബിൾ നെയിം. ഓക്കെ, വേരിയബിൾ നെയിം ആണ് ആദ്യത്തേത്. ദെൻ സെക്കൻഡ് വൺ മെമ്മറി അഡ്രസ്.
മെമ്മറി അഡ്രസ് ആണ് രണ്ടാമത്തെ പാർട്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ മൂന്നാമത്തെ പാർട്സ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. കണ്ടന്റ് ഇങ്ങനെ 3 പാർട്സ് ഉണ്ട്. വേരിയബിൾസിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഡാറ്റ ടൈപ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതുപോലെ വേരിയബിൾസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾക്ക് ഇതിനകത്ത് വരുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് അടുത്തത് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓപ്പറേറ്റേഴ്സിനെ അതിന്റെ ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എന്താണ് ഓപ്പറേറ്റർ, എന്താണ് ഓപ്പറൻസ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, A+B. ഈ A+B എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷനിൽ പ്ലസ് എന്ന് പറയുന്ന ഈ സിമ്പൽ ആണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സിനെയാണ് ഓപ്പറൻസ് എന്ന് പറയാ. അപ്പൊ ഏതൊക്കെയാണ് മെമ്പേഴ്സ്? എയും ബിയും. ഈ എയും ബിയും ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ മെമ്പേഴ്സിനെയാണ് ഓപ്പറൻസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ എന്താണ് ഓപ്പറേറ്റർ എന്നും എന്താണ് ഓപ്പറൻസ് എന്നും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ട് എന്താണ്, ഇപ്പൊ ഇവിടെ ഓപ്പറൻസ് എന്ന് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ട് 3 തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ആദ്യത്തേത് യൂണറി ഓപ്പറേറ്റർ ആണ്, രണ്ടാമത്തത് ബൈനറി ഓപ്പറേറ്റർ ആണ്, തേർഡ് വൺ ടെർണറി ഓപ്പറേറ്റർ ആണ്. യൂണറി, ബൈനറി, ടെർണറി. ഇതിൽ യൂണറി എന്ന് വെച്ചാൽ സിംഗിൾ ഓപ്പറന്റ് ആണ്, ബൈനറി 2 ഓപ്പറന്റ് ആണ്, ടെർണറി 3 ഓപ്പറന്റ് ആണ്. ഇനി യൂണറി ഓപ്പറേറ്റർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്റർ ആണ്, അതുപോലെ തന്നെ യൂണറി പ്ലസ്, അതുപോലെ തന്നെ യൂണറി മൈനസ്, ഇതൊക്കെ എന്താണ് യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു, അതേപോലെ തന്നെ അഡീഷണൽ, മൈനസ്, ഇതൊക്കെയാണ് ബൈനറി. ഇനി ടെർണറി എന്ന് പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. ഇതാണ് ടെർണറി ഓപ്പറേറ്ററിന് എക്സാമ്പിൾ. ഇതിങ്ങനെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ തന്നത്. ഇനി ഓപ്പറേറ്ററിനെ അതിന്റെ യൂസേജ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ 3 ആയിട്ട് ക്ലാസിഫൈ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ പറഞ്ഞത് ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഓപ്പറേറ്റേഴ്സ് അതിന്റെ ഉപയോഗത്തെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇപ്പൊ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആദ്യത്തേത് അഡീഷൻ ആണ്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ. എന്തിനാണ് ഈ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്? മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 നമ്പർ തന്നിട്ട് ആ 2 നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അത് കണ്ടുപിടിക്കാനാണ് മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഓപ്പറേറ്റർ ആണ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കമ്പാരിസൺ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റർ. ഏതൊക്കെയാണ്? ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത്രയുമാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ദെൻ മൂന്നാമത്തത് തേർഡ് വൺ എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അതായത് 2 റിലേഷനുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ലോജിക്കൽ, ഇത് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലും ബാക്കിയുള്ള ഫിസിക്സ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്. ആദ്യത്തേത് ലോജിക്കൽ ആൻഡ് ആണ്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഇത്രയുമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഓപ്പറേറ്റേഴ്സും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, ദെൻ കാസ്കേഡിംഗ് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ. അത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇനി ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ, C++ൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് ഞാനിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുക. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അതും കൂടി പഠിച്ചു വെക്കുക. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്, എക്സ്ട്രാക്ഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഏതാണ്? C++ൽ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പുറത്തേക്കായിരിക്കും അതിന്റെ സിമ്പിൾ ഉണ്ടാവുക, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അകത്തേക്കായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഇനി ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നാണ് അതിനെ വിളിക്കുക. ഇൻപുട്ടിനെ എക്സ്ട്രാക്ഷൻ എന്നും ഔട്ട്പുട്ടിനെ ഇൻസേർഷൻ എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഏതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? ഈക്വൽ ടു ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഈക്വൽ ടു ആണ്. ഇതിനെയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ടൈപ്പ് കൺവേർഷൻ ആണ്. ടൈപ്പ് കൺവേർഷൻ എന്താണ്? ഈ ടൈപ്പ് കൺവേർഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട്, ഡാറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യാനാണ്. ഹയർന്ന് ലോവർന്ന് ഹയറിലോട്ടോ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് കൺവേർഷൻ യൂസ് ചെയ്യുന്നത്. രണ്ടെണ്ണമാണ് ടൈപ്പ് കൺവേർഷൻ ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഇംപ്ലിസിറ്റ് കൺവേർഷൻ ആണ്, രണ്ടാമത്തത് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ആണ്. അങ്ങനെ ഇംപ്ലിസിറ്റിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ടൈപ്പ് പ്രൊമോഷൻ. എക്സ്പ്ലിസിറ്റിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വിളിക്കുക. ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഇതില് കമ്പൈലർ തന്നെ ഇന്റേണലി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ പ്രോഗ്രാമർ ആണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് കമ്പൈലർ തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമർ ആണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് ഇതിൽ വരുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ്. C++ൽ ഏറ്റവും ചെറിയ യൂണിറ്റ്സിനെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. ഓരോന്നിലും ഹെഡിങ് മാത്രം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഹെഡിങ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത്ര ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഞാൻ തരുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കാനുണ്ട്. അതിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ എല്ലാത്തിന്റെയും ബ്രാക്കറ്റിൽ എക്സാമ്പിൾ ആണ് എഴുതുന്നത്. ഇന്റ് എ എന്ന് നമ്മൾക്ക് എഴുതിയാൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആയി. വേരിയബിൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഇതിന്റെ സിന്റാക്സ് തന്നെ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം എന്നാണ്. ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇന്റ് ആണ് ഡാറ്റ ടൈപ്പ്, എ ആണ് വേരിയബിൾ. ഇനി ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐഡന്റിഫയർ ആണ് CIN. ഓക്കെ, ഇൻപുട്ട് ഓപ്പറേറ്റർ ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇതിനെയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. ഇനി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത് Cout ആണ്. ഇതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ A=1. ഇതിനെയാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് 1 എന്ന് പറയുന്ന വാല്യൂ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയുമാണ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നുള്ളത്. ഇനി ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. C++ന്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്ട്രക്ചർ ഓഫ് C++ന്റെ സ്ട്രക്ചർ എന്താണ്? ഓക്കെ, ഇപ്പൊ ആദ്യം തന്നെ C++ന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് #include IOStream ആണ്. #include. ഇനി എന്ത് പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം അത്ര ഡീപ്പായിട്ട് അറിയുന്നില്ലെങ്കിൽ പോലും ഈ ഒരു സ്ട്രക്ചർ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, #include IOStream, അതുപോലെ തന്നെ യൂസിങ് നെയിംസ്പേസ് std സെമിക്കോളൻ, ഇന്റ് മെയിൻ ബ്രാക്കറ്റ് കൊടുക്കുക. മെയിൻ ഫംഗ്ഷൻ ആണ്. ഇനി ഒരു ഓപ്പണിംഗ് ബ്രേസ്, ഇതിന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് എഴുതുക. അതേപോലെ തന്നെ റിട്ടേൺ സീറോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് ആയിരിക്കും കിട്ടുക. അതായത് C++ന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ ഇത് എഴുതുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് തീരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു പകുതി മാർക്കെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് 6ാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചാപ്റ്റർ നമ്പർ 7ലേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. 7th ചാപ്റ്റർ എന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് 7th ചാപ്റ്റർ. ഓക്കെ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എന്താണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിന്റെ സിന്റാക്സുകളാണ് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തേത് നമ്മൾ സെക്ഷൻ A ആയിട്ട് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആദ്യത്തേത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സിന്റാക്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ തന്നെ ഈ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സിന്റാക്സ് ഞാൻ ഇവിടെ എഴുതുന്നില്ല. നിങ്ങളത് നോക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക.
ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് ഓരോന്നിന്റെയും സിന്റാക്സ്. ആദ്യത്തേത് ഈഫ് ആണ്, രണ്ടാമത്തേത് ഈഫ് എൽസ് ആണ്, മൂന്നാമത്തേത് ഈഫ് എൽസിഫ് ലാഡർ ആണ്, ഈഫ് എൽസിഫ്. ദെൻ ഫോർത്ത് വൺ സ്വിച്ച് കേസ്. ഇത്രയുമാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 4 എണ്ണം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് രണ്ടാമത്തേതാണ്, ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേഷൻ. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഐട്രേഷൻ എന്ന് പറയും. ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഏതൊക്കെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് വൈൽ ലൂപ്പാണ്, ദെൻ ഫോർ ലൂപ്പ്, ദെൻ ഡു വൈൽ ലൂപ്പ്. ഇതിന്റെ സിന്റാക്സും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ കാണിച്ചു തരാം, എങ്ങനെയാണ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത് എന്ന്. ഇതിന്റെ സിന്റാക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ആണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഡു വൈൽ ലൂപ്പിനെയാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈൻഡ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കോഡ് എന്താണെന്ന് എഴുതാം. അപ്പൊ ഞാനിവിടെ ഇൻഡ് i equal to 1 എന്ന് എഴുതി, while I less than or equal to 10, opening brace, cout i plus plus ക്ലോസ് ചെയ്തു. ഇത് വൈൽ ലൂപ്പിൽ ഉപയോഗിച്ച ഒരു കോഡാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എത്രയാണെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വരാറുള്ളത്. ഇതില് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് 4 ഭാഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇനീഷ്യലൈസേഷൻ. ഇൻഡ് i equal to 1 എന്ന് പറയുന്നതാണ് ഇനീഷ്യലൈസേഷൻ. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യലൈസേഷൻ. അതേപോലെ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്നതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. രണ്ടാമത്തത് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. ഇനി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾക്ക് എന്ത് പറയാം? ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയാം. ബോഡി ഓഫ് ലൂപ്പ്, അതായത് ഈ ഓപ്പണിംഗ് ബ്രേസിന്റെയും ക്ലോസിംഗ് ബ്രേസിന്റെ ഇടയിൽ വരുന്നതാണ് ബോഡി ഓഫ് ലൂപ്പ്. അതേപോലെ i പ്ലസ് പ്ലസ് എന്ന് പറയുന്നതാണ് അപ്ഡേറ്റ്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനുള്ളത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇനീഷ്യലൈസേഷനിൽ ഒരു നമ്പർ ഉണ്ടാവും, അതാണ് സ്റ്റാർട്ടിംഗ് വാല്യൂ. ഐയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആണ്. ഇനി കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷനിൽ കൊടുത്തിരിക്കുന്നത് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ്. അപ്പോൾ i ഈക്വൽ ടു 1ഉം 10ഉം 1 to 10 നമ്പേഴ്സ് ആയിരിക്കും ഇതിൽ പ്രിന്റ് ചെയ്യുക എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. i പ്ലസ് പ്ലസ് എന്ന് വെച്ചാൽ 1 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ്. അതായത് 1 ഉണ്ടെങ്കിൽ അടുത്ത നമ്പർ 2 ആയിരിക്കും, അടുത്തത് 3 ആയിരിക്കും, 4, ഇങ്ങനെ 10 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ 1 to 10 നമ്പേഴ്സ് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ് എല്ലാത്തിന്റെയും സിന്റാക്സ് പഠിക്കുക. സിന്റാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ചാപ്റ്റർ നമ്പർ 8 എന്ന് പറയുന്നത് അറേസ് ആണ്. ചാപ്റ്റർ നമ്പർ 8 അറേസ്. അറേസ് എന്ന് വെച്ചാല് സെറ്റ് ഓഫ് എലമെന്റ്സിനെയാണ് അറേസ് എന്ന് പറയുക. കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ്, ഒരേ തരത്തിലുള്ള എലമെന്റ്സിനെയാണ് അറേസ് എന്ന് പറയുക. അപ്പോൾ അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആദ്യത്തേത് ഡിക്ലറേഷൻ ആണ്. അറേ ഡിക്ലറേഷൻ ആണ് ആദ്യത്തേത്. അറേ ഡിക്ലറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അറേ ഡിക്ലറേഷന്റെ സിന്റാക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അറേ ഡിക്ലറേഷന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ്, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം ഡാറ്റ ടൈപ്പ് ഉണ്ടാവും, പിന്നെ അറേ നെയിം ആണ് വരുന്നത്. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സൈസ്, ദെൻ സെമിക്കോളൻ. ദിസ് ഈസ് ദ സിന്റാക്സ് ഓഫ് അറേ ഡിക്ലറേഷൻ. അറേ ഡിക്ലറേഷന്റെ സിന്റാക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾക്ക് എക്സാമ്പിൾ എഴുതാം. ഡാറ്റ ടൈപ്പുള്ളടുത്ത് ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ ഇന്റ് ആണ് ഉപയോഗിച്ചത്. അറേ നെയിം എന്തെങ്കിലും ഒരു പേര് ഉപയോഗിക്കാം. ഞാനിവിടെ നം എന്ന് ഉപയോഗിച്ചു, സൈസ് 10 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ 10 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാനുള്ള അറേ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, റൈറ്റ് ദ അറേ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫോളോവിങ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എന്താണ് ദ നെയിംസ് ഓഫ് 10 സ്റ്റുഡൻസ്, 10 സ്റ്റുഡന്റിന്റെ പേര് കൊടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ചോദിച്ചാൽ ഇത്ര മാത്രമേ എഴുതാനുള്ളൂ എന്ന് ഓർത്തു വെക്കുക. ഇതാണ് അറേ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സും അതുപോലെ തന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത്.
ഇനി ഇതിനകത്ത് വരുന്നത് അറേ ഇനീഷ്യലൈസേഷൻ ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അറേ ഇനീഷ്യലൈസേഷൻ. എന്താണ് ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ? ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗത്ത് പഠിച്ചതാണ്. വാല്യൂസ് പാസ് ചെയ്യുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇന്റ് നം ഓഫ് 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് 3 നമ്പർ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് 3 നമ്പർ പാസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ കൊടുത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത് 518 ആണ്. 518 സൈസ് 3 ആണ്. ഇപ്പൊ ഇതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അറേ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നം ഓഫ് 0 എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതേപോലെ തന്നെ നം ഓഫ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ നം ഓഫ് 2 എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇതാണ് എക്സാമിന് ചോദിക്കുന്നത്. നം ഓഫ് 0 അതിൽ വാല്യൂ ഏതാണ്? 5 ആണ് നം ഓഫ് 0. നം ഓഫ് 1 2. അതായത് 0 വെച്ചിട്ടാണ് തുടങ്ങുക. അറേ ഇൻഡെക്സ് എന്ന് വെച്ചാൽ അറേ എലമെന്റ്സ്, അറേ പൊസിഷൻ ആണ്. എലമെന്റ്സിന്റെ പൊസിഷനെയാണ് ഇൻഡെക്സ് എന്ന് പറയാം. ഇതാണ് അറേ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത് അറേ ഓപ്പറേഷൻസ് ആണ്. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നുള്ളൂ. ഇതിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അറേ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അറേ ഓപ്പറേഷൻസ് ചോദിച്ചാൽ അതിൽ ആദ്യത്തേത് എന്താണ്? ട്രാവേഴ്സൽ ആണ്. അറേ ട്രാവേഴ്സൽ എന്ന് പറയും. ഓരോ എലമെന്റ്സിലൂടെയും വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയാ. രണ്ടാമത്തത് സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ് എന്ന് വെച്ചാൽ അറിയാലോ, അറേഞ്ച് ചെയ്യുന്നതാണ്. അറേ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറയാ. അതിൽ 2 സോർട്ടിംഗ് ആണുള്ളത്. ഒന്ന് സെലക്ഷൻ, ദെൻ ബബിൾ സോർട്ട്. സെലക്ഷൻ ആൻഡ് ബബിൾ സോർട്ട്. ദെൻ തേർഡ് വൺ സോർട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സെർച്ചിങ് ആണ്. സെർച്ചിങ് എന്ന 3 എന്താണ് അറേ ഓപ്പറേഷൻസ് പഠിച്ചു വെക്കുക. ട്രാവേഴ്സൽ, സോർട്ടിംഗ്, സെർച്ചിങ്. സെർച്ചിങ്ങിൽ 2 എണ്ണം ഉണ്ട്. ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്. ഇതിന്റെ പേര് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് അറേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി 9ാമത്തെ ചാപ്റ്റർ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ്. ഇതിൽ പഠിക്കാനുള്ളത് സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയും. സ്ട്രിംഗ് അല്ല, സ്ട്രീം ഫങ്ഷൻസ് ആണ്. അതായത് IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്ട്രീം ഫങ്ഷൻസ് നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിൽ 2 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ സ്ട്രീം ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഫങ്ഷൻ ആണ്. ഇൻപുട്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 ഇൻപുട്ട് ഫങ്ഷനിൽ ആദ്യത്തേത് ഗെറ്റ് ഫങ്ഷൻ ആണ്. ഗെറ്റ് ഫങ്ഷൻ. നമ്പർ 2 ഗെറ്റ് ലൈൻ ഫങ്ഷൻ ആണ്. ഗെറ്റ് ലൈൻ ഫങ്ഷൻ. ഗെറ്റ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? സിംഗിൾ ക്യാരക്ടർ. ആക്സെപ്റ്റ് ക്യാരക്ടർ. ഓക്കെ, ക്യാരക്ടർ, സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടർ. ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് ആക്സെപ്റ്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗെറ്റ് ലൈൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ യൂസേജ് ആണ് പഠിക്കേണ്ടത്. ഗെറ്റ് ഉപയോഗിക്കുന്നത് ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രിംഗ് ആക്സെപ്റ്റ് ചെയ്യാനാണ്. ഗെറ്റ് ലൈൻ സ്ട്രിംഗ് മാത്രം ആക്സെപ്റ്റ് ചെയ്യാനാണ്. ഇനി രണ്ടാമത്തത് ഔട്ട്പുട്ട് കാറ്റഗറിയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൽ നമ്പർ 1 പുട്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഗെറ്റ് ഇൻപുട്ട് ആണെങ്കിൽ പുട്ട് ഔട്ട്പുട്ട് ആണ്. രണ്ടാമത്തത് റൈറ്റ് ഫംഗ്ഷൻ ആണ്. റൈറ്റ്. ഇങ്ങനെ ഈ 4 ഫംഗ്ഷൻ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പുട്ട് ഫംഗ്ഷൻ, ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്തിനായിരിക്കും യൂസ് ചെയ്യുക? ഡിസ്പ്ലേ ചെയ്യാനാണ്. ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ്. ഡിസ്പ്ലേ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനാണ് പുട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യാനാണ്. ക്യാരക്ടറും സ്ട്രിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്യാരക്ടർ എന്ന് വെച്ചാൽ സിംഗിൾ ക്യാരക്ടർ ആയിരിക്കും. സ്ട്രിംഗ് എന്ന് വെച്ചാൽ 1 or more ക്യാരക്ടർ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ ആയിരിക്കും. ഇത്രയും ഫങ്ഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ഈ 4 ഫങ്ഷൻസ് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഗെറ്റ്സ് ആൻഡ് സി ഇൻ. ഓക്കെ, സി ഇൻ ആൻഡ് ഗെറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതും എക്സാമിന് ചോദിക്കും. ഓക്കെ, രണ്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ചെയ്യാനാണ്. പക്ഷെ ഇതിൽ സി ഇന്നും ഗെറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. സി ഇന്നിൽ വിത്തൗട്ട് വൈറ്റ് സ്പേസ് ആണ്. വൈറ്റ് സ്പേസ് എടുക്കൂല, വിത്തൗട്ട് വൈറ്റ് സ്പേസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഗെറ്റ്സിൽ ഈ വിത്തൗട്ട് എന്നുള്ളത് വിത്ത് ആക്കിയാൽ മതി. വിത്ത് എന്താണ്? വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസോട് കൂടി ഇൻപുട്ട് ചെയ്യാനാണ് ഗെറ്റ്സ്. സി ഇന്നിൽ വൈറ്റ് സ്പേസ് എടുക്കൂല. ഇത്രയുമാണ് 9ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി 10ാമത്തെ ചാപ്റ്റർ അവസാനം ഞാൻ പറഞ്ഞ C++ലുള്ള അവസാനത്തെ ചാപ്റ്റർ ആണ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഫങ്ഷൻസ് ഏറ്റവും എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഇത്. കാരണം ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയെല്ലാം അതുമായി ലിങ്ക് ചെയ്തിട്ടാണുള്ളത്. ഫങ്ഷൻസിൽ 3 ഫങ്ഷൻസ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ ഫങ്ഷൻസിന്റെ മെറിറ്റ്സ് പഠിക്കണം. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആദ്യത്തെ മെറിറ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ സൈസ്. റെഡ്യൂസ് the size of the program. Reduce the size of the program. Reduce the size of the program. Number 2, less chance of error. Less chance of error. Number 3, reduce program complexity. Reduce program complexity. Number 4, improve reusability. Improve reusability. ഇത്രയുമാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് പഠിക്കുക. അതുപോലെ തന്നെ 3 ഫങ്ഷൻസ് ഇതിൽ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിംഗ് ഫങ്ഷൻ ആണ്. സ്ട്രിംഗ് ഫങ്ഷൻസ്. സ്ട്രിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കുക. രണ്ടാമത്തത് മാത്ത് ഫങ്ഷൻസ് ആണ്. മാത്ത് ഫങ്ഷൻ. മൂന്നാമത്തത് ക്യാരക്ടർ ഫങ്ഷൻ. ഈ 3 ഫങ്ഷൻ പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് എടുക്കാവുന്നതാണ്. സ്ട്രിംഗ് ഫങ്ഷനിൽ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് സി സ്ട്രിംഗ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ. സി സ്ട്രിംഗ്. മാത്തിൽ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് സി മാത്ത്. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടറിൽ CC ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത്. CC ടൈപ്പ്. ഇനി സ്ട്രിംഗ് ഫങ്ഷൻസ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് സ്ട്രിംഗ് ഫങ്ഷന് മുമ്പിൽ എപ്പോഴും STR ഉണ്ടാകും. STR എല്ലാത്തിനും മുമ്പിൽ STR ഉണ്ടാവും. strlen ഫങ്ഷൻ, അതേപോലെ തന്നെ strcpy ഫങ്ഷൻ, str എന്താണ് കാറ്റ്, കോൺകാറ്റിനേഷന്റെ കാറ്റ്, അതുപോലെ തന്നെ strcmp കമ്പയർ ചെയ്യാനാണ്. അതുപോലെ തന്നെ strcmpi. ഇങ്ങനെ 5 ഫങ്ഷൻസ് ഉണ്ട്. ഈ പേര് പഠിച്ചാൽ മതി. പേരും അതിന്റെ ഉപയോഗവും. പേരിൽ തന്നെ അതിന്റെ യൂസേജ് ഉണ്ട്. strlen എന്ന് പറയുന്നത് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സ്ട്രിംഗ്. strcpy, this function is used to copy one string into another. strcat, it is used to join two string. strcmp, it is used to compare. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യാനാണ്. ഓക്കെ, ആദ്യത്തേത് കമ്പയർ ചെയ്യാനാണ്. രണ്ടാമത്തതും കമ്പയർ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ എന്താണ്? ഇഗ്നോറിംഗ് കേസസ് ആണ് അതിൽ. ഐ എന്ന് വെച്ചാൽ ഇഗ്നോറിംഗ് കേസ്. ഇനി മാത്ത് ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ABS ഫംഗ്ഷൻ, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തത് SQRT, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ്. മൂന്നാമത്തത് POW, പവർ കണ്ടുപിടിക്കാനാണ്. ഇത് 3 മാത്ത് ഫംഗ്ഷൻ. ഇനി ക്യാരക്ടർ ഫംഗ്ഷൻ നോക്കാം. ക്യാരക്ടറിൽ ആദ്യത്തെ 5 എണ്ണം അതിന്റെ മുമ്പിൽ ഈസ് ഉണ്ടാവും. ഈസ് എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, ഈസ് ലോവർ എന്ന് വെച്ചാൽ ലോവർ കേസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനാണ്. ഈസ് അപ്പർ എന്ന് വെച്ചാൽ അപ്പർ കേസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനാണ്. ഈസ് ഡിജിറ്റ് എന്ന് വെച്ചാൽ ഡിജിറ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനാണ്. ഈസ് ആൽഫബറ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനാണ്. ഈസ് ആൽനം, ആൽഫ ന്യൂമറിക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഈസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ചെക്ക് ചെയ്യാനാണ്. അതിന്റെ പേരിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ഈസ് ലോവർ എന്ന് വെച്ചാൽ
ചെക്ക് വെദർ ഇറ്റ് ഈസ് ലോവർ ഓർ എന്താണ് അപ്പർ ഓർ ലോവർ എന്നുള്ളതാണ്. ഇനി ടു അപ്പർ ഫംഗ്ഷൻ ഉണ്ട് അതിന്റെ കൂടെ, കൺവേർട്ട് ചെയ്യാനാണ് ലോവർ കേസിൽ നിന്ന് അപ്പർ കേസിലേക്ക്. അതേപോലെ തന്നെ ടു ലോവർ എന്ന് വെച്ചാൽ അപ്പർ കേസിൽ നിന്ന് ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇങ്ങനെ 7 ഫംഗ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ എന്താണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സ്ട്രിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് സി സ്ട്രിംഗ്, മാത്തിൽ സി മാത്ത്, ക്യാരക്ടറിൽ സി ടൈപ്പ്. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 70% മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്കോർ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ അവിടെ കുറിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഈ ഒരു ചാനലിൽ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിന്റെയും ക്ലാസ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.